ആറന്മുള സത്യവ്രതൻ സ്മാരക ട്രസ്റ്റിന്റെ 9ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഏപ്രിൽ 26 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് ബാറ്റൻ ബോസ് സമ്മേളനം ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കും. ട്രസ്റ്റ് രക്ഷാധികാരി ജി പ്രകാശ് അധ്യക്ഷത വഹിക്കും. 9ാമത് ആറന്മുള സത്യവ്രതൻ സാഹിത്യ പുരസ്കാരം നോവലിസ്റ്റ് മാത്യു കെ മാത്യു ഏറ്റുവാങ്ങും. ലോക പുസ്തക ദിനമാണ്. ഈ ദിവസത്തിൽ തന്നെ യശസ്വരനായ സാഹിത്യകാരൻ ശ്രീ ആറന്മുള സത്യവ്രതൻ സാറിൻ്റെ പേരിലുള്ള 9ാമത് പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 26-ാം തീയതി പ്രസ് ക്ലബ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. അവാർഡിന് അർഹമായിരിക്കുന്നത് നോവൽ രചയിതാവ് ശ്രീ മാത്യു കെ മാത്യു, കവിത വേനൽക്കലമുകൾ സമാഹാരത്തിന് രചിച്ച ശ്രീമതി ഗീതുകൃഷ്ണയാണ് അവാർഡിന് അർഹമായിരിക്കുന്നത്. പ്രമുഖ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ബാറ്റൻ ബോസ് 200-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് അവാർഡ് വിതരണം ചെയ്യുന്നത്. പ്രത്യേക പുരസ്കാരം വേനൽ കനവുകൾ എന്ന കവിതാ സമാഹാരത്തിലൂടെ ശ്രദ്ധേയനായ ഗീതുകൃഷ്ണയ്ക്ക് സമ്മാനിക്കും. നോവലിസ്റ്റ് ജോർജ് പുളിങ്കാട് ആറന്മുള സത്യവ്രതൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് ആറന്മുള സത്യവ്രതന്റെ ചന്ദ്രലേഖയ്ക്കൊരു സന്ദേശം എന്ന കാവ്യം ഗിരിജൻ ആചാര്യ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് മാധ്യമപ്രവർത്തകൻ സെബാസ്റ്റ്യൻ വലിയകാല, എഴുത്തുകാരി ഗീത എന്നിവർ നേതൃത്വം നൽകും. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സതീഷ് കാപ്പിധാര, അഡ്വക്കേറ്റ് അനിത കെആർ, കലാനിലയം മീരാകൃഷ്ണ, ദിലീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജി പ്രകാശ്, സതീഷ് കാപ്പിധാര, അമ്പിളി സതീഷ് എന്നിവർ പങ്കെടുത്തു.